അനുഗ്രഹീതമായ നല്ല നിമിഷം നമുക്കൊരിക്കൽ കൂടെ ദൈവവചന കേൾവിക്കായി, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നമുക്ക് ഒരുമിച്ച് കൂടി വരാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവെഴുത്തിനെ കേൾക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് തുറക്കാം. ദൈവം ഒരു മനസ്സിലേക്ക് പ്രവേശിച്ചാൽ, ദൈവം ഒരു വികാരമണ്ഡലങ്ങളിലേക്ക് പ്രവേശിച്ചാൽ, കർത്താവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ, കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ പ്രവചനാതീതമായ മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിശക്തമായ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രതിഫലമുണ്ടാകും. എന്താണ് ദൈവം ഒരു കുടുംബത്തിലോ ഒരു വ്യക്തിയിലോ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലോ ജീവിതത്തിലോ പ്രവേശിച്ചാലുണ്ടാകുന്ന പ്രതിഫലം? അതിനേറ്റവും വലിയ പ്രതിഫലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്: ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ വെറുതെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ വെറുതെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഓരോ സൃഷ്ടിയുടെ പിൻപിലും ഒരു ഉദ്ദേശമുണ്ട്. ആ സൃഷ്ടാവിന് ആ സൃഷ്ടിയെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ചെയ്യാൻ അവൻ തയ്യാറാകുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവം മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കും. പക്ഷേ ആ പ്രതിഫലം ഒരു മനുഷ്യന് വാങ്ങാൻ കഴിയാതെ വണ്ണം അവൻ്റെ മനസ്സിനെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ അവയവങ്ങളെയും നിരോധിച്ചു വെക്കുകയാണ് ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ മുതൽ സാത്താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സൃഷ്ടിക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിഫലമാണ്. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് പ്രതിഫലം മേടിക്കാൻ പറ്റും. അവന് ആ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം അവന് പ്രാപിക്കാൻ പറ്റും. എന്ത് കാര്യത്തിനും ഉള്ളൊരു പ്രതിഫലം അവന് ദൈവത്തിൽ നിന്ന് വാങ്ങാൻ പറ്റും. എന്നാൽ അവൻ ആ പ്രതിഫലം ദൈവത്തിൽ നിന്ന് വാങ്ങാതിരിക്കാൻ, എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു ഒരു ബന്ധമുണ്ടെങ്കിലേ ദൈവത്തിൽ നിന്ന് ഒരു പ്രതിഫലം നമുക്ക് മേടിക്കാൻ പറ്റും. ആ ബന്ധത്തെ നിരോധിച്ചു വയ്ക്കുക, അതവൻ്റെ മനസ്സിനെയോ അവൻ്റെ ചിന്തകളെയോ അവൻ്റെ ആത്മാവിനെയോ അവൻ്റെ അവയവങ്ങളെയോ അവൻ്റെ വിശ്വാസത്തെയോ അവൻ്റെ വൈകാരിക മേഖലകളെയോ എവിടെ എങ്ങനെ നിരോധിച്ചാണെങ്കിലും അവൻ ദൈവത്തിൽ നിന്നും പ്രാപിക്കാനുള്ള പ്രതിഫലം, അത് ആത്മാവായ പ്രതിഫലമായോ, അത് ആത്മശക്തിയായ പ്രതിഫലമായോ, അതൊരു അഗ്നിയായ പ്രതിഫലമായോ, അതൊരു അഭിഷേകമായ പ്രതിഫലമായോ, അതൊരു ദൈവിക വെളിപ്പാടായ പ്രതിഫലമായോ, ഒരു രീതിയിലുള്ള പ്രതിഫലവും ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പ്രാപിക്കരുത് എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. പ്രതിഫലം എന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടപ്പോൾ അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്ന് നിങ്ങൾ കരുതി. ദൈവം നമ്മെ സകലവിധ നന്മകളാലും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സമ്പത്ത് നൽകി അനുഗ്രഹിക്കും, സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കും, എല്ലാ നല്ല ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. എന്നാൽ അതോടുകൂടെ തന്നെ പ്രതിഫലം മറ്റ് രീതിയിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് ദൈവത്തിൻ്റെ ആത്മാവായി വരും, ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരും, അത് അഗ്നിയായിട്ട് നമ്മുടെ മേൽ വരും. കഴിഞ്ഞ ദിവസം ഞാൻ അഗ്നിയെക്കുറിച്ച് മെസ്സേജ് എടുത്തപ്പം ദൈവം അഗ്നിയല്ല എന്ന് പറഞ്ഞൊരാളോ അവിടെ കമൻ്റ് ഇട്ട്, ഞാൻ എൻ്റെ പുറകെ ഒന്നും പോയില്ല. നമുക്കിവിടെ അല്ലാതെ തന്നെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ നേരമില്ല. ദൈവം അഗ്നിയല്ല. ആ മനുഷ്യൻ ആ മെസ്സേജ് കേട്ടിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ അഗ്നി എന്ന് പറയുന്നൊരു സംഭവമേ ബൈബിളിൽ ഇല്ല എന്ന്. അപ്പം പിന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഗ്നി എന്ന് പറയുന്നൊരു സംഭവമേ ബൈബിളിൽ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ബൈബിളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളല്ലേ, എന്തെങ്കിലും അറിയാവുന്ന ആളെ നമുക്ക് എന്തെങ്കിലും ഉപദേശിക്കാം. അപ്പോൾ കാര്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അഗ്നി നമ്മുടെ മേൽ പ്രാപിക്കാൻ അതൊരു പ്രതിഫലമാണ്. അതൊക്കെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അഗ്നിയുണ്ടോ, അഗ്നിയുടെ അഭിഷേകം ഉണ്ടോ, ഇതൊക്കെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്.
പ്രൈസ് ഗാഡ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം, ഞാൻ ഈ തിരുവെഴുത്തിനകത്തുള്ള എന്തോരം കാര്യങ്ങൾ, എൻ്റെ കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ സംശയമുണ്ടായിരുന്നത്, മുമ്പ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുൻപ് പലരും പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ? അവർ ചില ടേം യൂസ് ചെയ്യും, പ്രസംഗത്തിനൊക്കെ അവർ ചില ടേം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനത്തെ ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച കാര്യം, ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും പഠിക്കുകയും പല കാര്യങ്ങൾ പഠിക്കുകയും വായിക്കുകയും പേഴ്സണലി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ദൈവം മനസ്സിലാക്കി തരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന തവളയാണ് ഇത്രയും നാൾ വാദിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപാട് കാര്യങ്ങൾ തിരുവെഴുത്തിനകത്ത്, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുവെഴുത്തിനകത്ത് മറ്റൊരു ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലതും മനസ്സിലാക്കാതെയാണ് പലതിന് നേരെ വിരൽ ചൂണ്ടിയതെന്നും ഞാൻ അടക്കമുള്ളവർ പലതിനെയും വിമർശിച്ചതെന്നും എനിക്ക് മനസ്സിലാകുന്നത്. മുൻകാലങ്ങളിൽ, ഇപ്പോഴല്ല, മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ എന്തിനാ പറയുന്നത്, അങ്ങനെയൊക്കെ എന്തിനാ പ്രസംഗിക്കുന്ന, അങ്ങനത്തെ വാക്കുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. തീയുടെ അഭിഷേകം ഉണ്ട്, തീയുടെ അഭിഷേകം ഉണ്ട്. അത് വിശുദ്ധ ബൈബിളിലും ഉണ്ട്, അത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആമേൻ, പ്രൈസ് ഗോഡ്. അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് പ്രതിഫലം. പ്രതിഫലം പല രീതിയിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ദൈവസന്നിധിയിൽ പ്രതിഫലം ഉണ്ട്. ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. ഒരു കാര്യത്തിലേക്ക് മാത്രം നമുക്ക് പോകാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, അതിൻ്റെ 12-ാമത്തെ അധ്യായം 46-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 46-ാമത്തെ തിരുവചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണാം, അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. പ്രതിഫലം ഒന്ന്. എന്താണ് ഉയരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല, ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് ലഭിച്ച പ്രതിഫലം എന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഐഡൻറ്റിറ്റി ഉള്ളവർ ആയി മാറി എന്നുള്ളതാണ്. നമ്മളൊരു അഡ്രസ് ഉള്ളവരായി മാറി എന്നുള്ളതാണ്. നമുക്ക് ഒരു കെയർ ഓഫ് ഉണ്ട്, എനിക്ക് പറയാൻ ഒരു വ്യക്തിത്വമുണ്ട്, എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു വ്യക്തിയുണ്ട്, എനിക്ക് സ്വന്തം എന്ന് പറയുവാൻ എനിക്ക് ഒരു വ്യക്തിയുണ്ട്, എനിക്കൊരു രക്ഷകർത്താവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഫലങ്ങളിൽ ഒന്ന്. അത് ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ്. എന്താണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതിഫലത്തിൻ്റെയും ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതിഫലത്തിൻ്റെയും വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഒരു പ്രതിഫലം നമുക്കാരെങ്കിലും തന്നു കഴിഞ്ഞാൽ ആ പ്രതിഫലം ഒന്നുകിൽ എല്ലാ കാലവും ആ പ്രതിഫലം തരുന്ന വ്യക്തി ഓർത്തു വയ്ക്കും, അതല്ലെങ്കിൽ ആ പ്രതിഫലത്തിന് നമ്മൾ ഒരു പ്രത്യുപകാരം ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതും അല്ലെങ്കിൽ ആ പ്രതിഫലത്തെക്കുറിച്ച് തന്ന വ്യക്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതും അല്ലെങ്കിൽ ആ പ്രതിഫലം ഞാൻ നിനക്ക് തന്നു എന്ന് വിളിച്ചു പറയും. അതും അല്ലെങ്കിൽ ആ പ്രതിഫലം തിരിച്ചു മേടിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ ഭൂമിയിലെ പ്രതിഫലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കും. ഇതൊന്നും അല്ലെങ്കിൽ ആ പ്രതിഫലം
എന്നേക്കുമായി നശിച്ചു പോകും. അതാണ് ഭൂമിയിൽ നിന്ന് നമുക്കൊരു പ്രതിഫലമോ നമുക്കൊരു ബന്ധമോ ഒരു മറുപടിയോ എന്തൊന്ന് കിട്ടിയാലും ഉള്ളത്. ഭൂമിയിലുള്ളതെല്ലാം നശ്വരമാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അത് മനുഷ്യനാണെങ്കിലും, അത് ബന്ധങ്ങളാണെങ്കിലും, അത് സ്ഥാനമാനങ്ങളാണെങ്കിലും, സമ്പത്താണെങ്കിലും എല്ലാം ഭൂമിയിലുള്ള പ്രതിഫലങ്ങൾ, ഭൂമിയിൽ നിന്ന് നമ്മിലേക്ക് വന്നതെല്ലാം ഭൂമിയിൽ തന്നെ നമ്മൾ ഉപേക്ഷിച്ചു പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള പ്രതിഫലത്തെക്കുറിച്ച് തിരുവെഴുത്ത് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. എനിക്ക് ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതിഫലത്തെക്കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു കർത്താവ് ഒരു കൂട്ടം ജനത്തോട് സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് ഇരിക്കുന്ന സ്ഥലം മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജനാവലികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. ജനാരവത്തോടുകൂടെ ഉള്ള സ്ഥലമാണ് കർത്താവ് ഇരിക്കുന്ന സ്ഥലമെല്ലാം. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ വന്നപ്പോൾ കർത്താവിനെ കയറി കാണാൻ പറ്റിയില്ല. അതുപോലെ തിരക്കായിരുന്നു. യേശുവിന് ചുറ്റും ഉപദേശം കേൾക്കാനും തിരുവചനം കേൾക്കാനും അതുപോലെ തിരക്കായിരുന്നു. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതാണ്. ഈ യേശുവിനെ വന്ന് ചുറ്റി നിന്ന ജനത്തിന് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല. ഈ ഭൂമിയിൽ അവർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അവർക്ക് ലഭിക്കാത്ത എന്തോ ഒന്ന്, ഈ ഭൂമിയിൽ അവർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും ലഭിക്കാത്ത എന്തോ ഒന്ന്, ഈ ഭൂമിയിൽ അവർ പഠിച്ച പാഠങ്ങളിൽ നിന്നും, അവർ പഠിച്ച തോറായിൽ നിന്ന് അവർ വായിച്ചിട്ട് പോലും അവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന്, അവർ വിശ്വസിച്ചു പോന്നിരുന്ന എന്തോ ഒന്നിൽ നിന്ന് കിട്ടുമെന്നവർ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാത്തതായിട്ട് എന്തോ ഒന്ന്, വ്യത്യസ്തമായ ഒന്ന് യേശു സംസാരിക്കുമ്പോൾ ഇവരിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് ഇവർ അറിഞ്ഞതുകൊണ്ടാണ്. ഒരിക്കൽ കർത്താവിൻ്റെ വാമൊഴി കേട്ടവരെല്ലാം, ഒരിക്കൽ ദൈവവചനം കേട്ടവരെല്ലാം, ഒരിക്കൽ അവൻ്റെ ഉപദേശം കേട്ടവരെല്ലാം അവർക്ക് ചെന്നെത്തിപ്പെടാവുന്ന എവിടെയെങ്കിലും യേശു വന്നിട്ടുണ്ട് എന്ന് കേട്ടാൽ ഓടി തൻ്റെ അരികിലേക്ക് പോകുന്നത്. എനിക്കതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം കഴിക്കാൻ വന്നവരുണ്ട് യേശുവിൻ്റെ അരികിൽ, അപ്പം കഴിക്കാൻ വന്നവരുണ്ട്. പക്ഷേ എല്ലാവരും അപ്പം കഴിക്കാൻ വന്നവരായിരിക്കണമെന്നില്ല. അപ്പം കഴിക്കാൻ ഒരു കൂട്ടം ജനം യേശു ഉള്ളിടത്തേക്ക് പോവായിരുന്നു. കാരണം കർത്താവ് ഉള്ളിടത്ത് കർത്താവ് ഫുഡ് സപ്ലൈ ചെയ്യും. അപ്പോൾ ഒരിക്കൽ അപ്പം കഴിച്ചവർക്ക് വയറ് നിറവായതുകൊണ്ട് വീണ്ടും വീണ്ടും അപ്പം കഴിക്കാൻ വേണ്ടി യേശുവിൻ്റെ പുറകെ പോകുന്നവരോട് യേശു അതൊരിക്കൽ പറയുകയും ചെയ്തു. എന്നാൽ ചില വ്യക്തികളെങ്കിലും അവൻ്റെ ഉപദേശത്തിനകത്തുനിന്ന് ലഭിക്കുന്ന ഒരു സ്വർഗീയ സമാധാനവും ജീവനും അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഉപദേശം കേൾക്കാൻ യേശു ഉള്ളിടത്തേക്ക് പോയി എന്ന് ഞാൻ കരുതുന്നു. ചില പ്രസംഗങ്ങൾ, ചില പഠിപ്പിക്കലുകൾ, ചില വിവരണങ്ങൾ വളരെ സ്വീകാര്യവും അർത്ഥവത്തും കഴമ്പുള്ളതും ജീവനുള്ളതുമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആ ശുശ്രൂഷകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാറുണ്ട്, എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാറുണ്ട്. അത് മറ്റെവിടെയും ഇല്ലാത്തതും മറ്റെവിടെയും കേട്ടിട്ടില്ലാത്തതുമാകുന്ന ഒരു ദൈവീക ശുശ്രൂഷയാണെന്നും അതൊരു ദൈവാത്മ നിയോഗത്തിലുള്ളതാണെന്നും അത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചതാണെന്നും മനസ്സിലായതുകൊണ്ടും വീണ്ടും വീണ്ടും ആ ശുശ്രൂഷകളെ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെയാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ, യേശു കർത്താവിൻ്റെ ഉപദേശത്തിനകത്ത് വിസ്മയിക്കത്തക്ക രീതിയിലുള്ള ആശയങ്ങൾ, വിസ്മയിക്കത്തക്ക രീതിയിലുള്ള സ്വർഗീയ സമാധാനം, സ്വർഗീയ വെളിപ്പാടുകൾ യേശു കർത്താവ് ജനത്തിന് നൽകിക്കൊടുത്തത്. തൻ്റെ ഉപദേശത്തിനകത്ത് അധികാരം ഉണ്ടായിരുന്നു. തൻ്റെ വായിൽ നിന്ന് പുറത്തു വന്ന വാക്കിനകത്ത് ജീവൻ ഉണ്ടായിരുന്നു. തൻ്റെ വായിക്കകത്തുനിന്ന് പുറത്തു വന്ന സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾക്കകത്ത്
അർത്ഥമുണ്ടായിരുന്നു, അതിനകത്തൊരു പ്രത്യാശയുണ്ടായിരുന്നു. ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു നോക്കി നിൽക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തോട് എനിക്ക് ദൈവാത്മ നിയോഗത്തോടെ കൈമാറാനുള്ളത് ഇതാണ്. കേവലം ഒരു പ്രസംഗം കേട്ടു പോകുക എന്ന അർത്ഥത്തോടുകൂടെ യേശു കർത്താവ് ഒരിടത്തും ശുശ്രൂഷ ചെയ്തിട്ടില്ല. യേശു കർത്താവ് ഒരിടത്തും ഉപദേശിച്ചിട്ടില്ല. കേവലം എനിക്ക് 10 പേർ കൂടണമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ യേശു ഒരിക്കലും ഉപദേശിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. യേശു ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. കേവലം എൻ്റെ ഉപദേശം കേട്ടാൽ നാളെയും 10 പേര് കൂടുതൽ വരണം എന്ന ഉദ്ദേശത്തോടുകൂടെ യേശു ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. തൻ്റെ പഠിപ്പിക്കലുകൾക്കകത്ത്, തൻ്റെ പ്രസംഗങ്ങൾക്കകത്ത്, തൻ്റെ വിവരണങ്ങൾക്കകത്ത്, ഉപമകൾക്കകത്ത് ദൈവം നിറച്ചു വെച്ച ജീവനും ശക്തിയും അത് കേൾക്കുന്ന ജനത്തിൻ്റെ മേൽ പകരപ്പെടണമെന്നും അവർ ദൈവരാജ്യത്തിൻ്റെ അംശികളും അവകാശികളുമായി മാറണമെന്നും കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ അതിന് ചെവി കൊടുത്തവരുടെ മേൽ ജീവൻ വ്യാപരിച്ചു. അതിന് ചെവി കൊടുത്തവരുടെ മേൽ സൗഖ്യം വ്യാപരിച്ചു. അതിന് ചെവി കൊടുത്തവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. അതിന് ചെവി കൊടുത്തവരുടെ മേൽ സമാധാനം കടന്നു കയറി. അതിന് ചെവി കൊടുത്തവർ ശുദ്ധമായി തീർന്നു. അതുപോലെ ഇന്ന് തിരുവെഴുത്തിലേക്ക് നോക്കി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും കേവലം ഒരു പ്രസംഗം കേട്ടു പോകാനല്ല, എൻ്റെ യേശു ഉപദേശിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചോ, എൻ്റെ യേശു ശുശ്രൂഷിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചോ, അത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ ഈ 2025 അവസരമുണ്ട്. ഈ 2025 സമയമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ തീയതി അപ്രകാരം ഒരു ദൈവിക ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ട ഒരു ദിവസമാണ്. താൻ എടുത്ത അതേ വചനങ്ങളും താൻ സംസാരിച്ച അതേ വചനങ്ങളും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഞാൻ എടുക്കുമ്പോൾ ആ വചനത്തിനകത്ത് എൻ്റെ യേശുവിൻ്റെ ജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ തിരുവെഴുത്തിനകത്ത് കർത്താവിൻ്റെ ജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ജീവൻ സ്വീകരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. ഹല്ലേലൂയ. ഒരു പ്രതിഫലമുണ്ട്. അത് ആത്മാവിൽ നിന്ന് പകത്ത് കിട്ടുന്ന ഫലങ്ങളായിരിക്കാം, ജീവനായിരിക്കാം, സമാധാനമായിരിക്കാം, സ്വസ്ഥതയായിരിക്കാം, വിടുതലായിരിക്കാം, പ്രതീക്ഷയായിരിക്കാം, പ്രത്യാശയായിരിക്കാം, നിത്യതയിലേക്കുള്ള വഴിയായിരിക്കാം. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ആരാണ് എൻ്റെ അമ്മയും അപ്പനും? അപ്പോൾ പ്രതിഫലങ്ങൾക്കകത്തൊന്ന് ഞാൻ പറയട്ടെ, ദൈവവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ്, കർത്താവുമായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു ഹെവൻലി ഇൻറ്റിമസി. ദൈവവചനവുമായിട്ട് ബന്ധമുള്ളവനും ദൈവവുമായിട്ട് ബന്ധമുള്ളവനും ദൈവം നൽകുന്ന ഫലത്തിലൊന്നാണ്, പ്രതിഫലത്തിലൊന്നാണ് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം. ബന്ധങ്ങളാണ് നമ്മെ ദൃഢപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും. എല്ലാ ബന്ധങ്ങളും നല്ലതല്ല. എല്ലാ ബന്ധങ്ങളും നല്ലതല്ല. എല്ലാ ബന്ധങ്ങളും ബന്ധങ്ങളല്ല. എല്ലാ സ്നേഹവും ബന്ധങ്ങൾ നൽകുന്ന സ്നേഹമല്ല. എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, എന്നാൽ എനിക്ക് വളരെ കുറച്ച് ബന്ധങ്ങളേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, എന്നാൽ എനിക്ക് വളരെ 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 കുറച്ച് ബന്ധങ്ങളേ ഉള്ളൂ. കാരണം ബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിനകത്തുനിന്ന് ഉളവാകേണ്ട ഒന്നാണ്. നമുക്ക് പരിചയങ്ങളുണ്ടാകും, പക്ഷെ ബന്ധങ്ങൾ ഉണ്ടാകണമെന്നില്ല. പരിചയങ്ങളുണ്ടാകും, ഒരുപാട് പരിചയങ്ങളുണ്ടാകും, പക്ഷേ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സ് അംഗീകരിക്കുകയും നമ്മുടെ ആത്മാവ് സ്വീകരിക്കുകയും നമുക്കും കൂടെ നിലനിർത്തണമെന്ന് തോന്നുകയും ചെയ്യുന്നതാണ് ബന്ധങ്ങൾ. യേശു ബന്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചത് അമ്മയോടും സഹോദരനോടും ഉപമിച്ചാണ് ബന്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. അമ്മയും സഹോദരനും ഒരിക്കലും ബന്ധങ്ങളല്ല എന്ന് പറയാൻ പറ്റാത്ത ബന്ധങ്ങളാണ്. അത് രക്തബന്ധമാണ്. അമ്മ രക്തബന്ധമാണ്, സഹോദരനും അവണ്ണം തന്നെ രക്തബന്ധമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉളവായതാണ് സഹോദരൻ. യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന സഹോദരൻ മുറയ്ക്കുള്ളൊരു സഹോദരനല്ല, സഹോദരൻ എന്നാണ് യേശു പറയുന്നത്, അമ്മ എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ യേശു
യേശുവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ശിഷ്യന്മാരോട്, ദൈവവചനത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ അംശികളോട്, ഒരപ്പത്തിൻ്റെ അംശികളോട്, ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരോട് അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറയുന്നു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഒരു പ്രതിഫലം എന്ന് പറയുന്നത് രക്തബന്ധത്തെ പോലെ ഉറപ്പുള്ള ഒരു അംഗീകാരമാണ് എന്നുണ്ടെങ്കിൽ, എനിക്കൊരിക്കലും എൻ്റെ മദറിനെ മദറല്ല എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഫാദറിനെ ഫാദർ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരനല്ലെന്ന് പറയാം. എത്ര പിരിഞ്ഞാലും ആ ഒരു ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കണ്ണിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്നത് പോലെ ഒരിക്കലും കണ്ണിക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് രക്തബന്ധം. എന്നാൽ ആ സ്നേഹം, ഒരുപക്ഷെ എനിക്ക് എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ രക്തബന്ധങ്ങളല്ലാത്ത, എൻ്റെ രക്തവുമായിട്ട് കണക്റ്റ് അല്ലാത്ത ബന്ധങ്ങളോട് എനിക്കൊരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. അത്രയും വലിയൊരു ആത്മാർത്ഥത എനിക്കുണ്ടാകണമെന്നില്ല, അത്രയും വലിയൊരു സ്നേഹം എനിക്കുണ്ടാകണമെന്നില്ല, ഓർമ്മ എനിക്കുണ്ടാകണമെന്നില്ല. പക്ഷെ യേശു പറയുന്നു, ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്തൊരു ബന്ധത്തോടാണ് യേശു ദൈവേഷ്ടം ചെയ്യുന്നവനെ കണക്ട് ചെയ്ത് നിർത്തിവെച്ചേക്കുന്നത്. ഞാൻ ആത്മാവിലൊരു ദൂത് താങ്കളോട് പറയുകയാണ്. എന്നെയും താങ്കളെയും ദൈവം ഈ വിശ്വാസത്തിലേക്ക് വിളിക്കുകയും ഇതിനകത്ത് ഉറപ്പിക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം ചെയ്തൊരു ഉടമ്പടിക്കും ഇതുപോലെ ഒരിക്കലും ആർക്കും ഒരു കാലവും ഒന്നിനാലും തേച്ചു മായ്ച്ചു കളയാൻ പറ്റാത്തതും, ആർക്കും മറ്റൊരു ഉപദേശം കൊണ്ടുവച്ച് കണ്ണിച്ചു കളയാൻ പറ്റാത്തതും, ആർക്കും ഒരു കാലവും ക്ലെയിം ചെയ്യാൻ പറ്റാത്തതുമാകുന്ന ഒരു രക്തം വെച്ച കർത്താവ് നമ്മുടെ ഉടമ്പടി ചെയ്തു വെച്ചേക്കുന്നത്. ഞാനും എൻ്റെ പിതാവും തമ്മിലുള്ള ആ ഒരു ഉടമ്പടി, ഞാനും എൻ്റെ സ്വർഗവും തമ്മിലുള്ള ആ ഒരു ഉടമ്പടി, ഞാനും എൻ്റെ ദൈവവും ദൈവരാജ്യവും തമ്മിലുള്ള ഉടമ്പടി, ഞാനും ഈ വചനവും തമ്മിലുള്ളൊരു ഉടമ്പടി, ഞാനും ആ ദൈവരാജ്യവും തമ്മിലുള്ള ബന്ധത്തെ ദൈവം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒരിക്കലും ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രക്തം കൊണ്ടാണെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുമ്പോൾ സന്തോഷിക്കുകയും തുടിക്കുകയും ചെയ്യുന്ന ഒരു രക്തമുണ്ട്. നിങ്ങൾ ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ സന്തോഷിക്കുകയും തുടിക്കുകയും ചെയ്യുന്ന ഒരു രക്തമുണ്ട്. നിങ്ങളും ഞാനും ഇരിക്കുന്ന സമയം സംരക്ഷണം നൽകുന്ന ഒരു രക്ത ഉടമ്പടിക്കകത്താണ്, ഒരു ബ്ലഡ് കവനന്റിനകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ രക്തത്തോട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ സമയം പ്രതികരിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ലോകത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറയുന്നു, എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ഇതാ. എൻ്റെ അമ്മയും എൻ്റെ എന്ന് പറഞ്ഞ അമ്മ അല്ല എന്നല്ല യേശു പറയുന്നതിൻ്റെ അർത്ഥം. സഹോദരൻ അല്ല എന്നല്ല യേശു പറയുന്നതിൻ്റെ അർത്ഥം. അവരെ പാമ്പറ, ഇതൊന്നും അല്ല യേശു പറയുന്നതിൻ്റെ അർത്ഥം. യേശു അമ്മയെ ബഹുമാനിച്ചിരുന്നു. കാനാവിലെ കല്യാണ നാളിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് മുന്നേ. കാനാവിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം വീഞ്ഞാക്കാൻ അമ്മ വന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തെ, അത് സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്താ, എനിക്ക് സമയമാകുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യത്തോടെ യേശു സംസാരിച്ചു. അല്ലെങ്കിൽ അവർക്ക് വില കൊടുത്തില്ല, അമ്മയ്ക്ക് വില കൊടുത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചില ഉപദേശങ്ങൾ മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വുമൻ എന്ന യേശു അവിടെ ഇംഗ്ലീഷിൽ സംസാരിച്ചത്. യേശു സംസാരിച്ചത് സ്ത്രീയെ എന്നത്, വുമന് സ്ത്രീ എന്ന മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അത് അങ്ങനെ ആയി, സ്ത്രീയെ. അല്ല, സ്ത്രീയെ എന്ന് യേശു വിളിച്ചു എന്നല്ല അതിൻ്റെ മീനിങ്. സ്ത്രീയെ എന്ന് യേശു അവിടെ റെസ്പെക്ട്ഫുള്ളി അവിടെ സംസാരിക്കുന്നത്. വിത്ത് ഓൾ റെസ്പെക്റ്റില്ല യേശു തൻ്റെ അമ്മയോട് സംസാരിച്ചത്. യേശു എല്ലാവരോടും അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ, എല്ലാവരോടും അങ്ങനെ ആരോടും ധാർഷ്ട്യത്തിൽ യേശു സംസാരിച്ചില്ല. എങ്കിൽ എങ്ങനെ ദൈവപുത്രനാകും? പ്രതിഫലങ്ങളിൽ ഒന്ന് ഇതാണ് സഹോദര സഹോദരി, മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കും. ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കും.
എങ്ങനെ സംസാരിക്കണമെന്ന് എല്ലാവർക്കും അറിയത്തില്ല. എങ്ങനെ ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പദവികളെ റെസ്പെക്ട് ചെയ്യണം അറിയത്തില്ല. ഒരു സംബോധനയും ഇല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സംബോധനയും ഇല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കാനുള്ളവരാണ്. അപ്പോൾ മിനിമം നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അങ്ങനെ ജ്ഞാനമില്ലാത്തവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു റെസ്പെക്റ്റോടെയാ സംസാരിച്ചു. ചില ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഒരു സംബോധനയും ഇല്ല. അതെ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ കൂലിക്കിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന ഒരു രീതി നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ആരോടും ചെയ്യരുത്. എന്നോടൊന്നല്ല, ആരോടും ചെയ്യരുത്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ഇവിടെ ആരും കൂലിക്കിരിക്കുന്നവരില്ല. സംബോധന ചെയ്യുക. ഒരു വ്യക്തിയെ ബ്രദർ അല്ലെങ്കിൽ ദീപു അല്ലെങ്കിൽ പാസ്റ്റർ സംബോധന ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റർ സംബോധന ചെയ്യുക. അതെ, ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഇന്നതാണ് കാര്യം, പ്രാർത്ഥിച്ചോണം. ഇതിനകത്തൊക്കെ ആ പ്രെയർ റിക്വസ്റ്റ് എടുക്കുന്നവന് നിങ്ങളോടൊരു സ്നേഹം ആദ്യം ഉണ്ടാവണം. നിങ്ങൾ തോന്നുന്നു യേശുവിന്റെ മുമ്പിൽ ചെന്നിട്ട് അതെ എൻ്റെ കാലിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു മുഴയുണ്ട്, സൗഖ്യമാക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്ന ആദ്യം മര്യാദ പഠിപ്പിക്കും. നല്ല രീതിയിലൊരു ഉപദേശം തരും. ഉപദേശം തന്ന് മാനസാന്തരപ്പെടുത്തിയതിന് ശേഷമേ സൗഖ്യമാക്കുള്ളൂ, മുഴ മാറ്റുകയുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നീ ആരല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയും, തിരുവെഴുത്തിനകത്തുണ്ട് എങ്ങനെ ജീവിക്കണം. ഇതൊക്കെ പ്രതിഫലമാണ്. ഇതൊക്കെ ദൈവസന്നിധി നമുക്ക് കിട്ടുന്ന റെവലേഷൻസ്, പ്രതിഫലമാണ്. ദൈവം തരുന്ന ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തെന്ന് പറയുന്നല്ലോ, കർത്താവ് സൗഖ്യമാക്കി എന്ന് പറയുന്നല്ലോ. ഞാൻ ഇപ്പോഴും ഒരു ഭാഗത്ത് ഞാൻ ഇത് പരാമർശിച്ചിട്ടുണ്ട്. വ്യക്തമായി ബൈബിൾ പറയുന്നു, യേശുവിന് ബോധിച്ചവരെ അടുത്ത് വിളിച്ചു. ബോധിച്ചവരെ അങ്ങനെ തന്നെ മലയാളം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അവന് ബോധിച്ചവരെ അടുത്ത് വിളിച്ചു. അപ്പൊ ബോധിക്കണം. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രെയർ ലൈൻ നമ്പർ കിട്ടി, വിളിച്ചു, അതെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഇന്നതാ കാര്യം, ഇന്ന ദിവസ പ്രാർത്ഥിക്കണം, അതെ അവിടെ ഇവിടെയും തൊട്ട് നമ്മൾ സംസാരിക്കാനുള്ളവരല്ല, അഡ്രസ് ചെയ്ത് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ എഫദായിൻ ജീസസ് മിനിസ്ട്രീസിൽ ഈ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായി പഠിപ്പിക്കും. ഈ കാര്യം വളരെ സ്ട്രിക്റ്റായിട്ട് പറയുകയും ചെയ്യും. വെള്ളം ചേർക്കാതെ പറയും. 5 വർഷം കൊണ്ട് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 വർഷവും 1 മാസവും ആവുന്നു. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഉപദേശങ്ങൾക്കകത്തും ഒരു ന്യായമായ വാക്കുകൾക്കകത്തും വെള്ളം ചേർത്തിട്ടില്ല, ഇന്ന് വരെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ തന്നെ സംസാരിക്കും. കാരണം തിരുവെഴുത്ത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വെള്ളം ചേർക്കാത്ത പുസ്തകമാണ് തിരുവെഴുത്ത്. വെള്ളം ചേർക്കാതെ എഴുതിയ കർത്താവിൻ്റെ ഉപദേശങ്ങൾക്കകത്ത് വെള്ളം ചേർത്തിട്ടില്ല. കാരണം ഇതിന് പരിശുദ്ധാത്മാവാ സാക്ഷി നിൽക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ എത്ര കൊമ്പനാന്ന് പറഞ്ഞാലും പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയും. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, നമ്മൾ സംബോധന ചെയ്താണോ സംസാരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും അച്ഛനെ കയറിയോ അല്ലെങ്കിൽ അമ്മയെ കയറിയോ, അതെ അങ്ങനെയൊക്കെ വിളിക്കുന്നവരുണ്ടോ, ഈ സെക്കൻഡിൽ മാറ്റിക്കോ കേട്ടോ, അതെ ഇതേ വേറെ വാക്കുകൾ ചേർത്ത് വിളിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ട്രിവാൻഡ്രം കൾച്ചറിലൊക്കെ വേറെ ചില ഭാഷകളൊക്കെ ഉണ്ട്, ഞാനത് പറയുന്നില്ല. അമ്മയെ വിളിക്കുന്നതിന്, അച്ഛനെ വിളിക്കുന്നതിന് ഈ ചില വാക്കുകളൊക്കെ ചീത്ത വിളിക്കുന്നു എന്നല്ല, ഈ അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേറെ ചില വാക്കുകൾ ചേർത്ത് വിളിക്കുന്നുണ്ട്. അതൊക്കെ വളരെ തെറ്റാണ്. കാരണം നാളെ ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങളും അപ്പനും അമ്മയും ഒക്കെ ആവാനുള്ളവരാ. അപ്പം സ്വന്തം മക്കൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോഴേ ആ വേദന മനസ്സിലാവത്തുള്ളൂ. പ്രൈസ് ഗാഡ്. അപ്പം പ്രതിഫലം എന്ന് പറയുന്നതിനകത്ത് അപ്പം യേശു ബോധിച്ചവരെ വിളിച്ചു എന്നാണ് പറയുന്നത്. യേശു ബോധിച്ചവരെ വിളിച്ചു, ബോധിച്ചവരെ അടുത്ത് വിളിച്ചു, ബോധിച്ചവരെ സൗഖ്യമാക്കി. നമ്മളൊരു പ്രാർത്ഥനാ വിഷയം പറയാനാണെങ്കിലും നമ്മളൊരു കാര്യം സംസാരിക്കാനാണെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിങ്ങൾക്കൊരു വിടുതൽ കിട്ടണമെന്നും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിക്ക് തോന്നണം. ബന്ധമത യേശു നമുക്ക് തരുന്നൊരു ബന്ധം എന്ന് പറയുന്നത് ഓടി പോകുന്ന വഴിക്ക് കയറി ഒരു തൊട്ട് 2 കണ്ണി വെച്ചിട്ട് പോകുന്ന ഒരു ബന്ധമല്ല. യേശു നമുക്ക് തരുന്നത് ബ്ലഡ്
രക്തം കൊടുത്ത് തന്നൊരു ബന്ധമായത്. ആ ബന്ധത്തിനകത്ത് നമ്മൾ ആ രക്തത്തിൻ്റെ സ്വഭാവം കാണിക്കണം. നമ്മൾ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ ആ രക്തത്തിൻ്റെ സ്വഭാവം കാണിക്കണം. നമ്മളോട് സംസാരിക്കുമ്പോൾ തോന്നണം ഇവൻ ആ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവൻ തന്നെ. ഇത് നമുക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ തോന്നും ഇത് ആ രക്തത്തിൽ വീണ്ടെടുക്കുക തന്നെയാണോ എന്ന് തോന്നും. ഇതൊക്കെ ആ രക്തത്തിൽ തന്നെ ഉള്ളതാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ തോന്നണം ഇവൻ ആ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനാന്ന് തോന്നണം. ഞാൻ ഈ ബന്ധം പറഞ്ഞു വന്നപ്പോൾ രക്തം കൊണ്ടുവന്ന അതിനാ. എൻ്റെ അമ്മയും സഹോദരനും ആർക്കാകാൻ പറ്റൂന്ന് യേശു പറയുന്നേ? ആർക്ക് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും ആകാൻ പറ്റും? ഈ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് എൻ്റെ അമ്മയും സഹോദരനും ആകാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ആകാൻ പറ്റും. ഒരുപാട് അമ്മമാരാവോ? ഒരുപാട് സഹോദരന്മാരാവോ? അല്ല. ആർക്കെൻ്റെ അമ്മയും ആർക്കെൻ്റെ സഹോദരനും ആകാൻ പറ്റും? അത് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ കൈയടിക്കുന്നതും പാട്ട് പാടുന്നതും തുള്ളുന്നതും ചാടുന്നതും പ്രസംഗിക്കുന്നതും ഒന്നും അല്ല. അതൊക്കെ വളരെ ചെറിയൊരു ഭാഗമേ ആകുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് മുഴുവനും ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ നടക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു മനുഷ്യൻ എങ്ങനെ ആത്മാവിൽ ആരാധിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ ദൈവരാജ്യത്തെ പ്രഘോഷിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ നിത്യത പോകണം, ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകം കൂടെയാണ് വിശുദ്ധ ബൈബിൾ. സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ അല്ല. ബൈബിൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ആർക്ക് എൻ്റെ അമ്മയും സഹോദരനുമാകാൻ പറ്റും? സഹോദര സഹോദരി, നമുക്ക് ദൈവത്തിൻ്റെ സഹോദരന്മാരാകാൻ പറ്റും, നമുക്ക് ദൈവത്തിൻ്റെ അമ്മമാരാകാൻ പറ്റും, നമുക്ക് കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാകാൻ പറ്റും. എങ്ങനെ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതോടുകൂടെ. പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയാനുള്ള സമയം ഒട്ടുമില്ല, സമയം തീർന്നുപോയി. എന്തായാലും ഞാൻ ചുരുക്കി പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടമാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. പുത്രൻ ജീവിച്ച് കാണിച്ചത് തന്നെയാണ് പിതാവിൻ്റെ ഇഷ്ടം. പുത്രൻ ജീവിച്ച് കാണിച്ചത് തന്നെയാണ് പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എനിക്കും നിങ്ങൾക്കും വ്യക്തമായി ഒരു രക്ഷകർത്താവുണ്ട്. എനിക്കും നിങ്ങൾക്കും വ്യക്തമായി ഒരു രാജ്യം പറയാനുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു പൗരത്വം അവകാശപ്പെടാനുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു അധികാരത്തോടെ ജീവിക്കാനുള്ള അനുവാദം തരാൻ അധികാരമുള്ളവനുണ്ട്. ഇന്ന് ഈ തിരുവെഴുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ചറിയുന്നു, ആ ദൈവിക പ്രതിഫലത്തിൻ്റെ ഒരു പകർച്ച, ഒരു സപ്ലൈ, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്നവരാണോ, നിങ്ങൾ ആശങ്കയിലിരിക്കുന്നവരാണോ, നിങ്ങൾ ആരുമില്ല എന്ന് പറയുന്നവരാണോ, ഈ തിരുവെഴുത്ത് നിങ്ങളോട് പറയുന്നു, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് സഹോദരനുണ്ട്. അർത്ഥം, എനിക്ക് ഒരു വ്യക്തിയുടെ സ്വന്തമാകാൻ കഴിയും, അതെൻ്റെ ദൈവമാണ്. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ കഴിയും, എനിക്ക് ദൈവത്തിൻ്റെ മകനാകാൻ കഴിയും, സഹോദരനാകാൻ കഴിയും. ഇനി ഒരു ദൂതുകൂടെ പറയാം. നിങ്ങളെ ദൈവം അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളെ ദൈവം അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തമായി എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ പലരുടെയും അമ്മയായി മാറും, നിങ്ങൾ പലരുടെയും സഹോദരനായി മാറും, നിങ്ങൾ പലരുടെയും പാസ്റ്ററായി മാറും, നിങ്ങൾ പലരുടെയും ആശ്വാസമായി മാറും, നിങ്ങൾ പലരുടെയും ഒരു ഹീലറായി മാറും. ദൈവം നിങ്ങളെ ആ നിലകളിൽ ദൈവവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ അരികിലേക്ക് ദൈവം നിങ്ങളെ അയക്കും. നീ ആരുടെയും ആരുമല്ല എന്ന് പറഞ്ഞു കേട്ട ഒരു വ്യക്തിയായിരിക്കാം, നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞു കേട്ടൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തമായി നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ദൈവം നിന്നെ ചിലരുടെ സ്വന്തമാക്കി വെക്കും, ദൈവം നിങ്ങളെ ചിലരുടെ സ്വന്തമാക്കി വെക്കും. നിങ്ങളെ ദൈവം സഹോദരനാക്കും, നിങ്ങളെ ദൈവം സഹോദരിയാക്കും, നിങ്ങളെ ദൈവം അമ്മയാക്കും, നിങ്ങളെ ദൈവം പിതാവാക്കി വെക്കും. പലരുടെയും ഉന്നത സ്ഥാനം, പലർക്കും വേണ്ടപ്പെട്ട, പലരും അംഗീകരിക്കുന്ന, പലരും സ്വീകരിക്കുന്ന, പലരും നിങ്ങളെ ഔപചാരികതയോടെ അകത്തു വിളിച്ചിരുത്തുന്ന ഒരു അംഗീകാരം പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ദൈവം അംഗീകരിച്ചാൽ, ദൈവം താങ്കളെ അംഗീകരിച്ചാൽ, ദൈവം താങ്കളെ തിരഞ്ഞെടുത്താൽ,
നിങ്ങളെ ലോകവും തിരഞ്ഞെടുക്കും, നിങ്ങളെ ലോകവും അംഗീകരിക്കും. തിരസ്കരിക്കപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, ഇകഴ്ത്തി സംസാരിച്ചോ, നിങ്ങളെ തള്ളിക്കളഞ്ഞോ, ഈ സെക്കൻഡിൽ ദൈവത്തിന്റെ അംഗീകാരത്തിലേക്ക് കയറ്. ഉയരം തരുന്ന ഉന്നതങ്ങളിൽ നിന്ന് തരുന്ന അംഗീകാരത്തിനകത്തേക്ക് കയറ്, പ്രതിഫലത്തിനകത്തേക്ക് കയറ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആരുടെയും, നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആരുടെയൊക്കെയോ ആരോ ആക്കി വെക്കാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തേടി വരും. നിന്നെ വിട്ടിട്ട് പോയവർ തേടി വരും. യേശു ഇരുന്നിടത്ത് തേടി വന്നതിന്റെ കാരണം ജീവനുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടാണ്. അവന്റെ വാക്കിൽ ജീവനുണ്ട്, ഉപദേശങ്ങളിൽ ജീവനുണ്ട്, പഠിപ്പിക്കലുകളിൽ ജീവനുണ്ട്. മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ സെക്കൻഡിൽ അതിവ്യ സമാധാനത്തിലേക്ക് കർത്താവ് താങ്കളെ വിളിക്കുകയാണ്. എല്ലാ കണ്ണുകളും ആരാധന പ്രാർത്ഥിച്ചേ. ആരാധന യേശുവിനാരാധന, ആരാധന യേശുവിനാരാധന, ആരാധന യേശുവിനാരാധന. നീ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും, ഒറ്റയ്ക്കാണെങ്കിലും ഒരു ബ്ലഡ് കവനന്റിനകത്താണ് താങ്കൾ എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, സഹോദരനെ തേടി ഇറങ്ങി വരുന്ന ഒരു സഹോദരനുണ്ട്. സഹോദരന്മാരെ തേടിയാ യേശു ഇറങ്ങി വന്നേ. സഹോദരന്മാരെ തേടി യേശു ഇറങ്ങി വന്നേ. ആ ഒരു ബന്ധം ഇന്നും നമുക്ക് ആസ്വദിക്കാനും അവകാശപ്പെടാനും കഴിയുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ്. അത് വീണ്ടെടുത്ത് തന്നത് യേശുവിൻ്റെ രക്തമാണ്. അത് വീണ്ടെടുത്ത് തന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സഹോദരനാകാൻ കഴിയും, നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ മകനാകാൻ കഴിയും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണല്ലോ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പിതാവുണ്ട്, എനിക്ക് ആ പിതാവിൻ്റെ മകനാകാൻ കഴിയും. എനിക്കൊരു പിതാവുണ്ട്, എനിക്ക് ആ പിതാവിൻ്റെ മകനാകാൻ കഴിയും. അപ്പ എന്ന് വിളിക്കാൻ പ്രിയപ്പെട്ട ദൈവവൈതലേ, ഒരു ഭാഗ്യം നിനക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല. അപ്പ എന്ന് വിളിക്കാൻ ഒരു ഭാഗ്യം നിഷേധിക്കപ്പെട്ടിട്ടില്ല. യേശു എന്ന സഹോദരൻ എനിക്ക് സ്വർഗത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു പിതാവുണ്ട്. യേശുവിൻ്റെ ഔദാര്യമല്ല പിതാവ്. യേശു പറഞ്ഞു, മോനെ, നിന്റെ അവകാശമാ പിതാവ്. ഇത് ഔദാര്യമാണെന്ന് തോന്നിക്കുന്നതാ സാത്താനീയ തന്ത്രം. കുടുങ്ങിപ്പോകല്ലേ. ഇത് നമ്മുടെ അവകാശം. നിന്നെ സൃഷ്ടിക്കണമെന്ന്, നിന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവരണമെന്ന് തോന്നിയ ആ സ്വർഗത്തിലേക്ക്, ആ സ്വർഗ സ്നേഹത്തിലേക്ക് നമ്മെ വിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ അവിടുത്തെ ഇഷ്ടം ചെയ്യാനുള്ളവനാ. സഹോദര സഹോദരി, നീ ഒരു തീരുമാനമെടുക്കുമെങ്കിൽ അത് സ്വർഗത്തിൻ്റെ തീരുമാനമായി മാറും. നീ ഒരു ഡിസിഷൻ എടുക്കുമെങ്കിൽ അത് സ്വർഗത്തിൻ്റെ ഡിസിഷനായി മാറും. കാരണം അവിടുത്തെ ഇഷ്ടം ചെയ്യാനുള്ളവനാ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊരു ഭാഗം എടുത്ത് വായിച്ചാൽ
ദൈവം നിങ്ങളോട് സംസാരിക്കും. കാര്യം എന്നാ? അത് അവിടുത്തെ ഇഷ്ടം ചെയ്യാനുള്ളവനായതുകൊണ്ട്, അത് അവിടുത്തെ ഇഷ്ടം ചെയ്യാനുള്ളവനായതുകൊണ്ട്. നിങ്ങളൊരു വിഷയത്തിനകത്ത് കുഴങ്ങി നിൽക്കുകയാണെങ്കിൽ മറുപടി ഉയരത്തിൽ നിന്ന് തരും. കാര്യം എന്നാ? നീ അവിടുത്തെ ഇഷ്ടം ചെയ്യാനുള്ളവനായതുകൊണ്ട്. പലരുടെയും മനസ്സുകളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. പലരുടെയും മനസ്സ് നിന്റെ മനസ്സ് പറയുന്നത് പോലെയല്ല, ബുദ്ധി പറയുന്നത് പോലെയല്ല, ചിന്ത പറയുന്നത് പോലെയല്ല. ഇന്നു മുതൽ ഒരു ഹെവൻലി കണക്ഷൻ താങ്കൾക്കുണ്ടാകട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടു തുടങ്ങട്ടെ. സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ളവരെ, സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ളവരെ, ഇതൊരു മഹാപ്രതിഫലമാണ്. നഷ്ടപ്പെട്ടുപോയ സ്വർഗീയ ജീവൻ മടക്കി കിട്ടിയത് ഒരു മഹാപ്രതിഫലമാണ്. ഉയരത്തിൽ നിന്നുള്ളൊരു പ്രതിഫലമാണ്. ആ കൂട്ടായ്മയിലേക്ക് കടക്കുക, ആ കൂട്ടായ്മയിലേക്ക് കടക്കുക, ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടക്കുക. ഈ സെക്കൻഡിൽ തന്നെ ആ സ്വർഗവുമായിട്ടുള്ള ആ കൂട്ടായ്മയ്ക്കകത്തേക്ക് കടക്കുക. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന, സ്വർഗത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായി തീരുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബന്ധം നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾക്ക് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾക്ക് ആ റിലേഷൻസ് സ്പോയിലായി എന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് അതിന്റെ ഒരു ശരിയായ സമയം. കർത്താവ് പറയുന്നു, നിനക്കത് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നിന്റെ പേർക്കും കൂടെ വേണ്ടിയാ ഞാൻ രക്തം കൊണ്ട് ആ ബന്ധത്തെ ഉറപ്പിച്ചത്. ഞാൻ രക്തം കൊണ്ട് ആ ബന്ധത്തെ ഉറപ്പിച്ചത്, ആ ബ്ലഡ് കവനന്റിനകത്ത് നിന്നെ ആക്കിയത്. നിനക്ക് വീണ്ടും മടങ്ങി വരണമെന്ന് തോന്നിയാൽ അതിന് തടസ്സമുണ്ടാകരുത് എന്ന് കണ്ടിട്ടാ ആ കൂട്ടായ്മയ്ക്കകത്തേക്ക് പ്രവേശിക്കുക. സുഹൃത്തേ, ഇന്ന് നിന്റെ റിസ്റ്റോറേഷൻ ഡേ ആണ്. ഇന്ന് നിങ്ങളുടെ റിസ്റ്റോറേഷൻ ഡേ ആണ്. ഇന്ന് നിങ്ങളുടെ റിസ്റ്റോറേഷൻ ഡേ ആണ്. അതൊരു പ്രതിഫലമാണ്. ആ കൂട്ടായ്മ അതൊരു ഭാഗ്യമാണ്. ഓ ജീസസ്, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ, കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ആ ദൈവിക കൂട്ടായ്മ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സഭകൾക്കകത്ത് ആ ദൈവിക കൂട്ടായ്മ ഉണ്ടാകട്ടെ. ഞങ്ങൾ പാർക്കുന്ന രാജ്യത്തിൽ ആ ദൈവിക കൂട്ടായ്മ ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ഭൂമി മുഴുവനും എൻ്റെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. ഭൂമി മുഴുവനും എൻ്റെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. കർത്താവേ, ഈ ജനവുമായി അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ തന്ന ഈ നല്ല അവസരത്തിനായി, ഞങ്ങളുടെ മധ്യത്തിൽ തന്ന ഈ നല്ലൊരു ദൈവശബ്ദത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ദിവ്യകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കൂടി വന്ന ജനത്തിന്മേൽ ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, സുരക്ഷിതത്വം, ദൈവിക സൗഖ്യം, വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇവരെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ,
ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഭവിക്കാവുന്നതാണ്. മോർണിംഗ് മെസ്സേജും ഈവനിങ് സർവീസുമായിട്ട് എല്ലാ ദിവസവും ഈ കൂട്ടായ്മയിൽ ഈ മീറ്റിംഗ് നടന്നു വരുന്നു. നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ അയച്ചു കിട്ടും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഈ നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയോടെ അനുഗ്രഹിച്ച് നിങ്ങളെ മഹത്വപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ്.